അധികമായി കടമെടുക്കുന്നതിന് അനുമതി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി കേരളം നടത്തിയ ചർച്ച പരാജയം. 19,370 കോടി രൂപ കൂടി കടമെടുക്കുന്നതിന് സംസ്ഥാനം അനുമതി തേടിയെങ്കിലും കേന്ദ്രം അംഗീകരിച്ചില്ലെന്ന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അറിയിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ മന്ത്രാലയ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവരുമായി സംസ്ഥാന ചീഫ് സെക്രട്ടറി, ധനകാര്യ സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർ ചർച്ച നടത്തിയത്. സംസ്ഥാനം 19,370 കോടി രൂപ അധികമായി വേണമെന്ന നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഇക്കാര്യം ധനകാര്യ വകുപ്പ് സെക്രട്ടറി പരിശോധിച്ചെങ്കിലും അതിനോട് യോജിക്കാൻ തയ്യാറായില്ലെന്ന് വേണു പറഞ്ഞു. 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്രം സമ്മതിച്ചതോടെ സംസ്ഥാനത്തിന് നൽകാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കൂടുതൽ തുകയെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. തിങ്കളാഴ്ച കേസ് സുപ്രീം കോടതി പരിഗണിക്കും. കേരളത്തിനായി കപിൽ സിബൽ ഹാജരാകും. ചർച്ചയിലെ തീരുമാനം സംസ്ഥാനം കോടതിയെ അറിയിക്കും. തൽക്കാലം ട്രഷറി പോർട്ടൽ ഒഴിവായ ആശ്വാസത്തിലാണ് കേരളം. 13,608 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം കോടതിയിൽ സമ്മതം അറിയിച്ചതോടെയാണ് കേരളത്തിന് ആശ്വാസമായത്. 8 ദിവസം കൂടി മാത്രമേ ട്രഷറി ഓവർഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടങ്ങൾ പ്രകാരം ഉള്ള നടപടിക്ക് സർക്കാർ വിധേയമായേനെ. സുപ്രീം കോടതിയുടെ ഉത്തരവോടെ കേരളത്തിന് വരുന്ന ചൊവ്വാഴ്ച 13,608 കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞതാണ് ആശ്വാസം. ഒരു സാമ്പത്തിക പാദത്തിൽ പരമാവധി 32 ദിവസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഓവർഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ കടുത്ത നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ഈ സാമ്പത്തിക പാദത്തിൽ കേരളം ഇതിനോടകം 24 ദിവസം ഓവർഡ്രാഫ്റ്റിലാണ് പ്രവർത്തിച്ചത്. അതിനാൽ സുപ്രീം കോടതിയുടെ അനുകൂല ഇടപെടൽ വൈകിയിരുന്നുവെങ്കിൽ സംസ്ഥാനം കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം ട്രഷറി അടച്ചുപൂട്ടുന്നതിന് തുല്യമായ അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. ഈ സാമ്പത്തിക വർഷം ഇനി 24,434 കോടി രൂപ കൂടി കടമെടുക്കാൻ അവകാശമുണ്ടെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. GDP-യുടെ 3.5% മുൻവർഷങ്ങളിൽ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയും ചേർത്താണ് സംസ്ഥാന സർക്കാർ ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ കണക്കുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. 1,877.57 കോടി രൂപ മാത്രമാണ് മുൻവർഷങ്ങളിലെ കടമെടുക്കാൻ ബാക്കിയുള്ള തുകയെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഇതിനു പുറമെ ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് 4,864 കോടിയും പുനർവായ്പാ ഇനത്തിൽ 2,543 കോടി രൂപയും കടമെടുക്കാൻ കേരളത്തിന് അധികാരമുണ്ട്. പൊതു അക്കൗണ്ടിലെ നിക്ഷേപ വ്യത്യാസവുമായി ബന്ധപ്പെട്ട ഇനത്തിൽ 4,823 കോടി കടമെടുക്കാൻ കേരളത്തിന് അവകാശമുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതേസമയം 2 ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിൽ വിശ്വാസക്കുറവുണ്ടായിട്ടുണ്ടെന്ന് കേരള തർക്കത്തിൽ സുപ്രീം കോടതി വ്യക്തമാക്കി. മറ്റു വിഷയങ്ങൾ പോലെ അല്ല കേരളത്തിന്റെ ഈ കേസ്. ഭരണഘടനാ തത്വങ്ങൾ വെച്ച് തീർപ്പാക്കേണ്ടതാണ്. കോടതിക്ക് എന്തുമാത്രം ഇടപെടാനാകുമെന്നും നോക്കണം. അടുത്ത സാമ്പത്തിക വർഷം ഇത്തരമൊരു വിഷയം മറ്റൊരു സംസ്ഥാനത്തിനും ഉണ്ടാകാത്ത തരത്തിൽ കേരളത്തിന്റെ ഹർജി തീർപ്പാക്കുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ശമ്പളവും പെൻഷനും ക്ഷാമബത്തയും നൽകാനാകാതെ കേരളം കടുത്ത പ്രയാസത്തിലാണെന്ന് അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു. ഓവർഡ്രാഫ്റ്റ് ഭീഷണിയുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ കത്ത് പ്രകാരമാണ് കടമെടുപ്പിന് അനുമതി ആവശ്യപ്പെടുന്നത്. സാംസ്കാരിക രാഷ്ട്രീയ വൈവിധ്യം പോലെ വിവിധ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ വിനോദസഞ്ചാരവും IT-യുമാണ് വരുമാന മാർഗങ്ങൾ. മനുഷ്യവിഭവം വികസിപ്പിക്കുകയാണ് പ്രധാന കടമ. ബജറ്റ് വിഹിതം അനുവദിക്കുമ്പോൾ കേരളം കണക്കിലെടുക്കുന്നതും ഇതാണ്. മുൻഗണന കേന്ദ്രമല്ല, സംസ്ഥാനമാണ് തീരുമാനിക്കുക. കേരളം ധനവിനിയോഗ പരിധി ലംഘിക്കുകയാണെന്നും സിബൽ വാദിച്ചു.